ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം നമുക്കിത് ഒരു ചൂരമീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെ വെക്കാം നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ശേഷം നമ്മളൊരു കൈപ്പിടി അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ തക്കാളിയും പച്ചമുളകും ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് സ്റ്റീൽ ചട്ടിയല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ വേഗം പുകഞ്ഞ് വരും കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് വഴറ്റിയ ശേഷമാണ് ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പരുവാകുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മസാല അരച്ചതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കണം കേട്ടോ. തിളച്ച് നന്നായി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച് മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച ശേഷം നന്നായി ഒന്ന് സിമ്മിൽ വെച്ച് തിളച്ചെടുക്കണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. ഇതിൽ 1ഉം 2ഉം പാൽ ഇതിൽ തന്നെ ഞാൻ ആക്കിയിട്ടോ. ശേഷം നമ്മുടെ സിമ്മിലാക്കി വീണ്ടും ഒന്ന് വേവിക്കണം കേട്ടോ. കാരണം ഈ മീൻ വെന്ത് വരാൻ സമയമുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഈ പരുവത്തിൽ തിളച്ച് വരണം. അപ്പം നമ്മുടെ ചെറിയുള്ളി മൂപ്പിച്ച് ഇതിലോട്ട് കൊട്ടണം കേട്ടോ, വെളിച്ചെണ്ണയിൽ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചൂരമീൻ കറി ഇവിടെ റെഡി. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.